വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കോഴിക്കോട് സിറ്റിക്കകത്ത് നടന്നിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. ഇപ്പോൾ സുരക്ഷയിലല്ല, വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കച്ചവടം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ നടന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള സംവിധാനം അതിന് പറ്റിയ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. മുട്ടായി തെരുവിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തീപിടുത്തം അറിയാമല്ലോ. അവിടെ ഒക്കെ ഒരു ഫയർഫോഴ്സ് വരാൻ പോലും പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആധുനിക രൂപത്തിലുള്ള യന്ത്രങ്ങൾ വരുത്തണം. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് ക്രാഷ് ലാൻഡർ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആ എയർപോർട്ടിലുള്ള ആ സംവിധാനം നമുക്ക് കോഴിക്കോട് ഏർപ്പെടുത്താൻ പറ്റും. കോഴിക്കോട് നഗരത്തെ രക്ഷിക്കേണ്ടത് അത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കോഴിക്കോട് നഗരം ഇങ്ങനെ അവിടെയും ഇവിടെയും കത്തിച്ചാമ്പലാവാൻ തുടങ്ങിയാൽ ഇത് ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് കലിയക് ടെക്സ്റ്റൈലാണ്. അവർക്കും അവരുടെ തൊഴിലാളികൾ അടങ്ങുന്ന ഒരുപാട് പേര് അവരുടെയൊക്കെ ഏക ആശ്രയമാണിത്. അപ്പോൾ അവർക്ക് വന്നിട്ടുള്ള ഭീമമായ നഷ്ടം ഏത് തരത്തിൽ നികത്തുമെന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇതാണ് അവിടുത്തെ ഒരവസ്ഥ. ഞങ്ങൾ എന്താണോ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആ പരിശോധിച്ചിട്ട് അത് വേണ്ടുന്നത് ചെയ്യും. സ്വയം സുരക്ഷ നടത്തണം എന്ന് നമ്മൾ 2017 മുട്ടായിത്തേരിലുണ്ടായ തീപിടുത്തത്തിൽ സ്വയം സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ടാവില്ല. സ്വയം സുരക്ഷ എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു പരിധിയുണ്ട്. വലിയ തീപിടുത്തത്തിനൊന്നും ഒരു സ്വയം സുരക്ഷ അവിടെ പ്രയോജനപ്പെടില്ല. ഫയർ എക്സ്റ്റിങ്വിഷറിനൊക്കെ വളരെ ചെറിയ തീ അണയ്ക്കാൻ പറ്റുള്ളൂ. വലിയ തീ അണയ്ക്കാൻ ഇവിടങ്ങൾ കണ്ടില്ലേ, 10-12 യൂണിറ്റ് വന്നിട്ട് ഇവിടെ അണയ്ക്കാൻ പറ്റിയില്ല. അവസാനം വന്ന ക്രാഷ് ലാൻഡർ വന്നപ്പോഴാണ് ഇത് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സംവിധാനം, നമുക്ക് ആധുനിക സംവിധാനമൊക്കെ ഇവിടെ ഏർപ്പെടും. കോഴിക്കോട് സിറ്റിയിൽ, നഗരത്തിൽ വ്യാപാര കേന്ദ്രങ്ങൾ, ഏറ്റവും കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്രദേശത്ത് തന്നെയാണ് കോഴിക്കോടാണ്. അതായത് ഇവിടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം.